ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് തൃശൂർ. ഏറ്റവും ഗ്ലാമർ പോരാട്ടമാണ് തൃശൂരിൽ നടക്കുന്നത്. മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി ചിത്രം പൂർത്തിയായതോടെ ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രചാരണവും കൊഴുക്കുകയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ അല്പസമയത്തിനകം തൃശൂരിലേക്ക് എത്തും. എസ് രാഗിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, വലിയ ഒരുപക്ഷെ ഈ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇത്തവണ കേരളത്തിൽ പോകാൻ പോകുന്ന മണ്ഡലം അത് തൃശൂരായിരിക്കും. എല്ലാവരും ചൂടേറിയ പ്രചാരണത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇടതും അതോടൊപ്പം തന്നെ BJPയും ഒരു റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കി കഴിഞ്ഞു. കെ മുരളീധരൻ ഇന്ന് എത്തുകയാണ്. ചിത്രം എങ്ങനെ മാറും? വമ്പന്മാർ ഏറ്റുമുട്ടുന്ന മണ്ഡലമായി തൃശൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലമായി തൃശൂർ വന്നിരിക്കുകയാണ്. മുരളീധരന്റെ സർപ്രൈസ് എൻട്രി കൂടി ആയതോടുകൂടി കാര്യങ്ങൾ ആ നിലയ്ക്ക് തന്നെ വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം തന്നെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ മണ്ഡലത്തിലേക്ക് എത്തും. ഇപ്പോൾ അദ്ദേഹം വടകരയിലാണുള്ളത്. അവിടെ നിന്ന് ചില കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. അതിനുശേഷം ട്രെയിൻ കയറിയിട്ടുണ്ട്. 12 മണിയോടുകൂടി കെ മുരളീധരൻ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ വലിയ സ്വീകരണം പ്രവർത്തകരുടെ വക ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് നേരെ മുരളി മന്ദിരത്തിലേക്കായിരിക്കും മുരളീധരൻ പോവുക. അവിടെ കെ കരുണാകരൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. അതിനുശേഷം റോഡ് ഷോയും ഉണ്ടാകും. അങ്ങനെ കോൺഗ്രസ് പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. കാരണം കെ മുരളീധരന്റെ ഒരു സ്ഥാനത്തോടുകൂടി ആ കാര്യങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശം വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിയാണെങ്കിൽ നേരത്തെ മുതൽ തന്നെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. സുനിൽകുമാറും അങ്ങനെ തന്നെയാണ്. ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വവും സുനിൽകുമാറിൻ്റെതായിരുന്നു തൃശ്ശൂരിൽ. അങ്ങനെ 3 സ്ഥാനാർത്ഥികളും കളം നിറഞ്ഞ് പോരാടുന്ന കാഴ്ചയായിരിക്കും ഇനി തൃശ്ശൂരിൽ കാണാൻ പോവുക. അക്ഷരാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പൂരത്തിനാണ് തൃശ്ശൂരിൽ തിരിതെളിയുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം തന്നെ UDF ആണെങ്കിൽ കെ കരുണാകരന്റെ ലെഗസി വളരെ പ്രധാനമായി ഉപയോഗിക്കുന്നു. കെ കരുണാകരന്റെ തട്ടകമായിട്ടുള്ള ശക്തന്റെ മണ്ണിലേക്ക് അവിടേക്ക് മകനായിട്ടുള്ള കെ മുരളീധരൻ വരുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കെ കരുണാകരൻ ദീർഘനാൾ മാളയെ പ്രതിനിധീകരിച്ചിരുന്നു. മാത്രമല്ല തൃശ്ശൂരിൽ അത്ര കണ്ട് ഇടപഴകിയ ഒരു നേതാവ് കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ BJPയും കെ കരുണാകരന്റെ ലെഗസി ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമായി മറ്റത് എടുത്തു പറയേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസവും കെ കരുണാകരന്റെ ഫ്ലക്സ് അടക്കമുള്ള കാര്യങ്ങൾ പത്മജയും ചേർത്തുകൊണ്ട് BJP ഒക്കെ പലയിടങ്ങളിലും വച്ചിരുന്നു. അങ്ങനെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടം, സുരേഷ് ഗോപിയുടെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ കെ മുരളീധരന്റെ സാന്നിധ്യം, VS സുനിൽകുമാറിന്റെ സാന്നിധ്യം, അങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള ശ്രദ്ധേയമായ ഒരു ഗ്ലാമർ പോരാട്ടം തന്നെ. രാഗിനി പറഞ്ഞ പോലെ ശക്തരുടെ പോരാട്ടമാണ് എന്തായാലും